ഹായ് എവരിവൺ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ തുടങ്ങിയ എക്സാമിൻ്റെ സിലബസ് ഡിസ്കഷനും എക്സാം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. അപ്പോൾ നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് 2026 നടക്കുമ്പോൾ അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 90% നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും, നമുക്ക് ഡിഗ്രി മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 60% മെയിൻസിൻ്റെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സാം ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിംസ് എക്സാമിന് മാത്രമായിട്ട് ഒരു 50 മാർക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരു 70 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ കാര്യം ഇതേ സിലബസ്, പ്രിലിംസിന്റെ ഇതേ സിലബസ് തന്നെയാണ് നമുക്ക് മെയിൻസ് എക്സാമിന് വരുന്നത്. സോ ഇതേ സിലബസ് അവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ റിവിഷൻ ചെയ്ത് മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നല്ല മാർക്ക് മെയിൻസിലേക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാര്യം പിന്നെ മെയിൻസ് എക്സാമിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിനും കറണ്ട് അഫയേഴ്സിനും പിന്നെ റിവിഷനും മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതിയാവും. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതല്ലാതെ നല്ല മാർക്കോടുകൂടി, അതായത് ഒരു 50 മാർക്കിന് വേണ്ടി മാത്രം എയിം ചെയ്യാതെ ഒരു 70 മാർക്കെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിഗ്രി മെയിൻസ് എക്സാമിലേക്ക് പോകുമ്പോൾ വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കാര്യം നമ്മൾ അപ്പോഴേക്കും ഡിഗ്രി മെയിൻസിന്റെ 60% സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡിഗ്രി പ്രിലിംസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ മാത്സും റീസണിങ്ങിനും 20 മാർക്കാണെന്ന് നമുക്കറിയാം. അതേപോലെ ഇംഗ്ലീഷിന് 20 മാർക്ക്, അതുപോലെ മലയാളത്തിന് 10 മാർക്ക്. സോ 50 മാർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഇത് വളരെ സഹായിക്കും. 50 മാർക്കിൽ നമ്മളൊരു മിനിമം 35+ എങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഡിഗ്രി പ്രിലിംസ് കടക്കാൻ പറ്റും. കാര്യം GK എന്നുള്ള കുറച്ച് ക്വസ്റ്റിനോട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പ്രിലിംസ് കടക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല റാങ്കോട് കൂടി ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഒരു 40+ മാർക്ക് നമുക്ക് മെംസ് എന്ന സബ്ജക്റ്റിൽ, അതായത് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഒരു 40-ൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് 50 മാർക്കിന് ഇവിടെ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് 30 മാർക്കിന് എവിടെ വരുന്നുണ്ട്, ഡിഗ്രി മെയിൻസിന് വരുന്നുണ്ട്. ആ 30 മാർക്കിൽ നമുക്ക് ഉറപ്പായിട്ട് 25 മാർക്ക് കൂടുതൽ അടിക്കാൻ പറ്റും. ഇവിടെ ഒരു 40 മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡിഗ്രി മെയിൻസിന് ഉറപ്പായിട്ടും മലയാളവും ഇംഗ്ലീഷും മാത്സിനും 25 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്ഷൻ എങ്ങനെയെങ്കിലും നമ്മളെ ഉറപ്പായിട്ടും ഒരു 40 കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പ്രിലിംസ് എക്സാമിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഏകദേശം ഇത്രയും മാർക്കിനുള്ള GK കൂടെ പഠിക്കാനുണ്ട്. ഈ GKയിൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാര്യം അത് പഠിച്ചില്ലെങ്കിൽ കൂടിയും നമുക്ക് ഉറപ്പായിട്ടും ഡിഗ്രി പ്രിലിംസ് കടക്കാൻ പറ്റും. മാത്രവുമല്ല, ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ മെയിൻസ് എക്സാമിനെ ഉറപ്പായിട്ടും ചോദിക്കത്തില്ല. കാര്യം അവിടെ ചോദിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ്, പിന്നെ കമ്പനി ബോർഡിന്റെ എക്സാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്നത് ഉറപ്പായിട്ടും കുറച്ച് ലോസ് ഒക്കെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് പഠിക്കാനുണ്ട്, പിന്നെ ഗവേണൻസ് പഠിക്കുന്നുണ്ട്, കേരള ഗവേണൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒഴിവാക്കാം. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ കേസ് എടുത്താലും ശരി, അവിടെയും സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് പഠിക്കാനുള്ളത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും എഡ്യൂക്കേഷൻ പോളിസിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 മാർക്ക് നമുക്ക് ഒഴിവാക്കാം. ബാക്കി 95 മാർക്ക്. ഈ 95 മാർക്കിൽ നമ്മളൊരു 70 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി മെയിൻസിന് അത് വളരെ നമ്മളെ ഹെൽപ്ഫുൾ ആക്കും. കാര്യം അപ്പോഴേക്കും നമ്മുടെ സിലബസ് മെയിൻസിന്റെ 60% സിലബസ് നമ്മൾ കടന്നിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. 70 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി മെയിൻസിന്റെ 60% സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് അർത്ഥം. ഇനി ഡിഗ്രി മെയിൻസിന്റെ സിലബസ് 2022 കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ സിലബസ് ആണിത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പുതിയ മെയിൻ സിലബസ് എന്താണെന്ന് വന്നിട്ടില്ല. പക്ഷെ ഏകദേശം ഈ ഒരു പാറ്റേൺ ഒക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കോമൺ GK ആയിട്ടുള്ളത് 20 മാർക്കാണ്. കോമൺ GK, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി ഒക്കെ ഒരു 20 മാർക്സ് നമുക്കിവിടെ പഠിക്കാനുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കുള്ളത് കമ്പ്യൂട്ടർ ഒരു 3 മാർക്കിന് പഠിക്കാനുണ്ടാവും. പിന്നെ ആർട്സ് 5 മാർക്ക്. ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പ്രിലിംസിന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് അധികമായിട്ട് പഠിക്കാനുള്ളത്, 15 മാർക്ക്. പിന്നെ ഉള്ളത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അത് 30 മാർക്ക്. അത് നമ്മൾ പ്രിലിംസിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. സോ ഇത്രയും മാർക്ക് ഏകദേശം നമ്മൾ
ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് സയൻസ് പഠിക്കേണ്ടി വരും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കേണ്ടി വരും 15 മാർക്ക്. പിന്നെ ഉള്ള കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് എക്സ്ട്രായും കൂടെ പഠിക്കേണ്ടി വരും. സോ ഇത്രയും മാർക്ക് ഏകദേശം ഒരു 15, 20, 30, 70 മാർക്ക് നമ്മൾ ഓൾറെഡി തന്നെ ഏകദേശത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള 30 മാർക്കാണ് നമ്മൾ പഠിക്കാനുള്ള ടൈം കിട്ടുക. അതായത് പ്രിലിംസ് എക്സാം കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും. സോ നമ്മൾ അവിടെ മാക്സിമം നമ്മൾ ഈ ഒരു സിലബസിൽ പ്രിലിംസിന്റെ സിലബസിൽ മാക്സിമം കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡിഗ്രി മെയിൻസ് എക്സാമിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാര്യം കൂടുതൽ ടൈം കിട്ടിക്കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് ഫോക്കസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. സോ ഇതായിരിക്കണം. ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കേസ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേസ് നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇത് ചെറിയ മാർക്കിന്റെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം ടോപ്പിക്സ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ചെറിയൊരു മാറ്റം വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇത് 2 എക്സാം, അതായത് കമ്പനി ബോർഡ് ആയാലും ശരി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും ശരി, 2 എക്സാമും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ 2 എക്സാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 ജോലിയിലും നേടാൻ പറ്റും. പക്ഷെ ഒരു ജോലിക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളെങ്കിലും 2 ജോലിക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കാര്യം സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ പാറ്റേണുള്ള സിലബസ് തന്നെയാണ്. അവിടെ ചെറിയൊരു മാറ്റം മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുള്ളൂ. സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു യുണീക് സ്ട്രാറ്റജി ആയിരിക്കണം. നമുക്ക് 2 എക്സാമിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കൂടുതൽ വേക്കൻസി ഉള്ളത് ഉറപ്പായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും നല്ല രീതിയിൽ മാർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ല മാർക്കോടെ കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇതിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠനം തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ ഡിസ്കഷനും കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷനും ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.